മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് 62 കോടിയുടെ ബഡ്ജറ്റ്. ക്ലീൻ മൈനാഗപ്പള്ളി, എല്ലാവർക്കും വീട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കാണ് ബഡ്ജറ്റിൽ മുൻഗണന. 62,16,90,408 രൂപ വരവും 58,54,26,325 രൂപ ചെലവും 1,78,64,975 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ അവതരിപ്പിച്ചത്. എല്ലാവർക്കും വീട്, ക്ലീൻ മൈനാഗപ്പള്ളി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകൾക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പഞ്ചായത്തിന്റെ ഹോമിയോ, ആയുർവേദ, മെഡിക്കൽ ഡിസ്പെൻസറി എന്നിവയ്ക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ള തുകയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ആരോഗ്യ മേഖലയിൽ 40 ലക്ഷം രൂപ, 11 ലക്ഷം രൂപ, പൊതു ആരോഗ്യ പരിപാടികൾ, പാലിയേറ്റീവ് പരിചരണം 11 ലക്ഷം രൂപ, അതിഥികളുടെ മരുന്നുകൾ വാങ്ങൽ 2 ലക്ഷം രൂപ, 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നമ്മുടെ ഭരണഘടന പ്രവർത്തിക്കുന്നു. ഓരോ കുട്ടികളുടെയും അടിസ്ഥാന വികസനത്തിന് രാഷ്ട്രം പടുത്തുയർത്തുന്ന അടിത്തറയാണ് പ്രാഥമിക വിദ്യാഭ്യാസം. പ്രാഥമിക വിദ്യാലയങ്ങൾക്കും അംഗനവാടികൾക്കും വേണ്ടി വകയിരുത്തുന്ന തുക ഇപ്രകാരമാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 8 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർവശിക്ഷാ അഭിയാനും മറ്റ് വിദ്യാഭ്യാസ പരിപാടികൾക്കും 13 ലക്ഷം രൂപ, വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 20,50,000, അംഗനവാടി അനുകൂല പോഷക പരിപാടി 32,60,000, അംഗനവാടി അനുബന്ധ സൗകര്യങ്ങൾ 31 ലക്ഷം, സാക്ഷരത 31,000, കലാസാംസ്കാരിക 3,10,000, കലാസാംസ്കാരിക മേഖല 2 ലക്ഷം. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 80 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. സർവശിക്ഷ അഭിയാൻ, വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾ, അംഗനവാടി, പോഷകാഹാരം, സാക്ഷരതാ പ്രവർത്തനം, കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഉൽപാദനം, സേവനം, തെരുവുവിളക്കുകൾ, റോഡുകൾ തുടങ്ങി പശ്ചാത്തല മേഖലയ്ക്ക് 2,42,74,000 രൂപയും നീക്കിവെച്ചു. കുടിവെള്ളം, സാമൂഹികക്ഷേമം, അതിദരിദ്രർക്ക് മരുന്ന്, ഭക്ഷണ കിറ്റ് വിതരണം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയ്ക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുനിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.